നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കാർഡിനൽ നമ്പേഴ്സും ഓർഡിനൽ നമ്പേഴ്സും ഒക്കെ പഠിച്ചു. അപ്പൊ അതിലെ എക്സസൈസ് ഒക്കെ ചെയ്യണ്ടേ? പേജ് നമ്പർ 127 127 ഒന്ന് എടുത്തേ. എടുത്തോ? എടുത്തോ? അതിനകത്ത് കുറെ സർക്കിളിന് കളർ കൊടുത്തിട്ട് കാണുന്നുണ്ട് അല്ലേ? ഇല്ലേ? എക്സസൈസ് 8.1 കുറെ സർക്കിളിന് കളർ കൊടുത്ത് കാണുന്നുണ്ട്. എന്താ എഴുതണ്ടെന്ന് അറിയോ? ഒരു ലൈനില് എത്ര സർക്കിൾ ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 സർക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോ എത്രാമത്തെ സർക്കിളിനാണ് കളർ കൊടുത്തതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. എത്രാമത്തെ സർക്കിളിനാണ് കളർ കൊടുത്തതെന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ അങ്ങനെ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. അതിൽ ആദ്യത്തെ ഒന്നാമത്തെ സർക്കിളിന് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, എത്രാമത്തെ സർക്കിളിന് കൊടുത്തിരിക്കുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ്, ഒന്നാമത്തെ സർക്കിളിന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ആ സർക്കിളിന്റെ മേലെ നമുക്ക് ഓരോ സർക്കിളിനും നമ്പർ കൊടുക്കാം. ഓക്കെ, ഓരോ സർക്കിളിനും മേലെ നമ്പർ എഴുതിയേ. 1 2 3 4 മിസ് കാണിച്ചു തരാം എഴുതിയിട്ട്. 4 5 6 7 8 9 10. ഇതായത് നോക്കിയേ, കാണുന്നുണ്ടോ? സർക്കിളിന്റെ മേലെ നമ്പർ എഴുതിയത് കാണുന്നുണ്ടോ? അതുപോലെ നിങ്ങൾ 10 വരെ സർക്കിളിന്റെ മേലെ എഴുതി വെച്ചേ. എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ആ 10 സർക്കിളിന്റെ മേലെ 10 വരെ സർക്കിളിന്റെ മേലെ നമ്പർ എഴുതി വെച്ചേ. എഴുതിയോ? എഴുതിയോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ലൈനില് ഫസ്റ്റ് സർക്കിളിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കിയേ, സെക്കൻഡ് റോയില് എത്രാമത്തെ സർക്കിളിനാ കളർ കൊടുത്തേ നോക്കിയേ. 1 2 3 4 5 അല്ലേ? അഞ്ചാമത്തേനല്ലേ കളർ കൊടുത്തിരിക്കുന്നേ? അഞ്ചാമത്തത് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? സൽമാൻ നാസർ? അഞ്ചാമത്തെ എന്നുള്ളതിന് എന്താ പറയാ? എന്താ പറയാ മോനെ? അഞ്ചാമത്തത് ഫിഫ്ത്. അപ്പൊ ഓക്കെ, ആ രണ്ടാമത്തെ ലൈനിൽ ഫിഫ്ത് എന്ന് എഴുതി. എല്ലാരും ഫിഫ്ത്തിന്റെ സ്പെല്ലിംഗ് അറിയാലോ, എഴുതി പഠിച്ചതല്ലേ ഫിഫ്ത്? എന്താ ഫിഫ്ത്തിന്റെ സ്പെല്ലിംഗ്? FIFTH. ഫിഫ്ത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എത്രാമത്തെ സർക്കിളിന് കളർ കൊടുത്തത് നോക്കിയേ, എന്നെ നോക്കിയേ. 1 2 3 4 5 6 7 8. എട്ടാമത്തത് നമ്മൾ എന്താ പറയാ? ആരോടാ ചോദിക്കണ്ടേ? ദേവർഷ, എട്ടാമത്തത് എന്താ പറയാ? 18ഓ? എട്ടാമത്തത് എന്താ പറയാ? 18. എട്ടാമത്തത്
എട്ടാമത്തത് എട്ടാമത്തെ പൊസിഷൻ എന്താ പറയാ? എയ്ത്ത് പൊസിഷൻ. ഓക്കെ, എയ്ത്ത് പൊസിഷൻ. എയ്ത്ത് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താ? EIGHTH. എയ്ത്ത് എഴുതിയോ? അദീന, അമ്മ പോയ തക്കത്തിന് എന്താ അവിടുന്ന് കളിക്കുന്നേ? മിസ് കാണുന്നില്ല എന്ന് വിചാരിച്ചോ? ഓക്കെ, നാലാമത്തതൊന്ന് എണ്ണി നോക്കിയേ. എത്രാമത്തെ സർക്കിളിനെ കളർ കൊടുത്തിരിക്കുന്നേ? 1 2 3 4 5 6 7 8 9 10. പത്താമത്തതെന്നുള്ളതിന് എന്താ പറയാ? പത്താമത്തെ പൊസിഷൻ എന്നുള്ളതിന് എന്താ പറയാ? 10th. 10th സ്പെല്ലിംഗ് എന്താ? 10th സ്പെല്ലിംഗ് എന്താ? അയ്യോ, അമ്മേനെ നോക്കണ്ട, മിസ്സിനെ നോക്കി പറഞ്ഞോ. 10th സ്പെല്ലിംഗ് എന്താ? എന്തോ? TNDയോ? 10th സാവിയോ പറഞ്ഞുതരാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സാവിയോട് ചോദിക്കട്ടെ? ആ, സാവിയോ പറയുന്ന കേട്ടോ. എന്താ സാവിയോ 10th സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്ത മോനെ? TEN. ഓക്കെ, TENTH. കേട്ടോ? കേട്ടോ? ഓക്കെ, അപ്പോ നാലാമത്തെ ആൻസർ 10th സർക്കിളിനാണ്, 10th ബീഡിനാണ് നമ്മള് കളർ കൊടുത്തിരിക്കുന്നത്. അഞ്ചാമത്തതോ? എത്രാമത്തേനാ കളർ കൊടുത്തിരിക്കുന്നത് അൻവിത? അഞ്ചാമത്തെ ക്വസ്റ്റ്യനില് എത്രാമത്തേനാ കളർ കൊടുത്തിരിക്കുന്നത്? സെക്കൻഡ്. വെരി ഗുഡ്. അഞ്ചാമത്തേന് നേരെ നമ്മൾ സെക്കൻഡ് എഴുതുന്നു. SECOND. സെക്കൻഡ്. ഇനി ആറാമത്തെ റോയില് എത്രാമത്തെ സർക്കിളിനെ കളർ കൊടുത്തിരിക്കുന്നേ നീലാഞ്ജന? തേർഡിന്റെ സ്പെല്ലിംഗ് എന്താ മോളെ? THIRD. വെരി ഗുഡ്. THIRD. തേർഡ്. ഏഴാമത്തെ ഒന്ന് എണ്ണി നോക്കിയേ. എത്രാമത്തെ സർക്കിളിലെ കളർ കൊടുത്തിരിക്കുന്നേ? 1 2 3 4 5 6 7 8 9. ഒമ്പതാമത്തെ പൊസിഷൻ എന്നുള്ളതിന് എന്താ പറയാ? ആരെ ഇപ്പൊ ചോദിക്കണ്ടേ? ബിയോണ? Ninth. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് എട്ടാമത്തത് 1 2 3 4 5 6. ആറാമത്തതുള്ളതിന് എന്താ ഇപ്പൊ പറയാ? ആരോടാ ചോദിക്കണ്ടേ? ജിയാറോസ്. സിക്സ്ത്തിന്റെ സ്പെല്ലിംഗ് എന്താ? SIXTH. വെരി ഗുഡ്. SIXTH. 6. ഇനി ഒമ്പതാമത്തെ 1 2 3 4 5 6 7. ഏഴാമത്തത് എന്നുള്ളതിന് എന്താ പറയാ നിവേദ്യ? ഏഴാമത്തെ പൊസിഷൻ എന്നുള്ളതിന് എന്താ പറയാ? എന്താ പറയാ? ഏഴാമത്തെ പൊസിഷൻ എന്നുള്ളതിന്
അൺമ്യൂട്ട് ചെയ്ത മോളെ അവിടുന്ന്. ഓക്കെ പറഞ്ഞു. എന്താ പറയാ? 7th 9th 7ാമത്തത് എന്താ പറയാ? 7ാമത്തെ. എന്താ പറയാ? ഇതാ കൊറേ പേര് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടേ. ഇതാ നൈലയൊക്കെ ഇപ്പൊ പറയും. അമാൻ മാധവ്, ആദിൻ, സൽമാൻ നാസർ, ഐഫൂനൊക്കെ ഇതാ കൈയും പൊതിച്ചിട്ടിരിക്കുന്നുണ്ട് പറയാൻ വേണ്ടി. 7ാമത്തെ എന്നുള്ളതിന് എന്താ പറയാ? നൈല പറഞ്ഞോ. നൈല ഷക്കെ പറഞ്ഞേ. 7th സ്പെല്ലിംഗ് പറഞ്ഞേ. SEVENTH 7th. ഓക്കെ, അപ്പൊ അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 10ാമത്തത് 1 2 3 4. 4ാമത്തെ പൊസിഷൻ എന്നുള്ളതിന് എന്താ പറയാ? 4ാമത്തെ പൊസിഷൻ അമൃത. 4ാമത്തെ പൊസിഷൻ എന്നുള്ളതിന് എന്താ പറയാ? ഫോർത്തിന്റെ സ്പെല്ലിംഗ് പറഞ്ഞോ വേഗം. FOURT. വെരി ഗുഡ്, ഫോർത്ത്. അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? അടുത്ത നിങ്ങള് കളർ കൊടുക്കണം. നിങ്ങൾ എന്തിനാ കളർ കൊടുക്കണ്ടേ? കുറെ പട്ടിക്കുട്ടികളുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. 4 പട്ടിക്കുട്ടികളുടെ ചിത്രം. പട്ടിക്കുട്ടിയാണോ അത് പട്ടിയാണോ? ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കളർ ദി തേർഡ് ഡോഗ് എന്നാ. അപ്പൊ അത് വലിയ പട്ടിയായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ 4 മൂന്നാമത്തേത് നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കളർ കൊടുത്തേ. പെൻസിലോണ്ടോ കളർ പെൻസിലോണ്ടോ മൂന്നാമത്തേനൊന്ന് കളർ കൊടുത്തേ. മൂന്നാമത്തെ ഡോഗിന് കളർ കൊടുക്കാം. പെട്ടെന്ന് കൊടുക്കണേ. പിള്ളേര് കളർ കൊടുത്തിട്ടുണ്ടാവില്ലേ? ആ കളർ കൊടുത്ത ഫോട്ടോ ഒന്ന് മിസ്സിന് അയച്ചു തരണേ കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഈ കളർ കൊടുത്തതിന്റെ ഫോട്ടോ എല്ലാരും ഗ്രൂപ്പിൽ ഇട്ടാ മതി. ഓക്കെ, ആരൊക്കെയാ നല്ല ഭംഗിയിൽ കളർ കൊടുത്തിട്ടുള്ളത് നോക്കട്ടെ. അപ്പൊ നായ്ക്കുട്ടിക്ക് കളർ കൊടുത്തതിന്റെ ഫോട്ടോ എല്ലാവരും ഗ്രൂപ്പിൽ ഇടണേ. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 128. 128 നെക്സ്റ്റ് പേജ്. അതിലെ സിയും ഡിയും ഇയും എഫും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. സിയും ഡിയും ഇയും എഫും കൈറ്റിൻ്റെതും ബട്ടർഫ്ലൈൻ്റെതും ബലൂണിൻ്റെതും ബോളിൻ്റെതും. അതെന്താ ചെയ്യണ്ടേ? 6 കൈറ്റിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കൈറ്റിന് നേരെ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി 6 ബട്ടർഫ്ലൈന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതില് 5ാമത്തെ ബട്ടർഫ്ലൈന്റെ മേലെ ഒരു ഇൻടു മാർക്ക് ഇടാം. ക്രോസ് ഔട്ട് ദി 5th ബട്ടർഫ്ലൈ. ഇനി കുറച്ച് ബലൂൺസ് തന്നിട്ടുണ്ട്. അതില് 6ാമത്തെ ബലൂണിന് കളർ കൊടുക്കാം. അടുത്തത് കുറച്ച് ബോളിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന് 4ാമത്തെ ബോളിന്റെ മേലെ ഒരു ക്രോസ് മാർക്ക്, ഒരു ഇൻടു മാർക്ക് ഇടാം. അപ്പൊ അത് 4 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ആരും ചെയ്യണ്ട, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ലിസൺ ചെയ്യാ. ജി ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ ഒരു വേർഡ് തന്നിട്ടുണ്ട്. ആ വേർഡിലത്തെ ഓരോ അക്ഷരവും ഓരോ ലെറ്റേഴ്സും ഏത് പൊസിഷനിലാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഫസ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് തന്നിരിക്കുന്നത് എന്താ?
ഫസ്റ്റ് വേർഡ് എന്താ തന്നിരിക്കുന്നത്? ഹോഴ്സ്. ഇൻ ദ വേർഡ് ഹോഴ്സ്, H O R S E. In the word horse, ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട് ഹോഴ്സില്? H ഉണ്ട്, O ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്, E ഉണ്ട്. അല്ലെ? ഇത്രയും ലെറ്റേഴ്സ് ഉണ്ട് ഹോഴ്സ് എന്നുള്ള വേർഡില്. ഇനി in the word horse, R is in the dash position. R is in the dash position. ഒന്നാമത്തെ ലെറ്റർ H, രണ്ടാമത്തെ ലെറ്റർ O, മൂന്നാമത്തെ ലെറ്റർ R, നാലാമത്തെ ലെറ്റർ S, അഞ്ചാമത്തെ ലെറ്റർ E. അപ്പൊ 5 ലെറ്റേഴ്സ് ഉണ്ട് ഹോഴ്സ് എന്നുള്ള വേർഡില്. അതില് R എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാ? ഒന്ന് എണ്ണി നോക്കിയേ. R എന്ന് പറയുന്ന ലെറ്റർ 1 2 3. R എന്ന് പറയുന്നത് മൂന്നാമത്തെ പൊസിഷനിലാണ് അല്ലേ? അപ്പൊ എങ്ങനെ നമ്മൾ പറയും? R is in the, നമുക്ക് ഫില്ല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. R is in the എത്രാമത്തെ പൊസിഷൻ? തേർഡ് പൊസിഷൻ. THIRD, തേർഡ് പൊസിഷൻ. ഇനി അതിലൊന്നും കൂടെ ഉണ്ട്. E is in the dash position. ആ തേർഡ് എന്നുള്ളത് ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് E is in the dash position. E എത്രാമത്തെ പൊസിഷനിലാണുള്ളത്? അഞ്ചാമത്തെ പൊസിഷൻ അല്ലേ? E is in the എത്രാമത്തെ പൊസിഷനാ? E അഞ്ചാമത്തെ പൊസിഷൻ. അഞ്ചാമത്തെ എന്നുള്ളത് എന്താ പറയാ? FIFTH, ഫിഫ്ത്ത് പൊസിഷൻ. അപ്പൊ ആ ഫിഫ്ത്ത് എന്നുള്ളത് അവിടെ ഫില്ല് ചെയ്തേ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ E is in the dash position. E is in the fifth position. Next, in the word MOTH, wait, MOTHER. In the word, എന്താ MOTHER? എന്താ MOTHER? എന്താ വായിക്കാ? മദർ. മദറിന്റെ ഓരോ ലെറ്ററിനും നമുക്ക് നമ്പർ കൊടുക്കാം. എമ്മിന് 1, ഓന് 2, ടിക്ക് 3, എച്ചിന് 4, ഇക്ക് 5, ആറിന് 6. അപ്പൊ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? എന്താ ഇഫൂന? ഒന്നും മനസ്സിലാവുന്നില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ മദർ എന്നുള്ള വേർഡില്ലേ, ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ വേർഡ് മദർ, എന്താ മോളെ? ഒന്നാമത്തേത് അവിടെ കിടക്കട്ടെ, അത് പോട്ടെ. രണ്ടാമത്തെ തൊട്ട് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒന്നാമത്തെ ചെയ്യുന്നേ. രണ്ടാമത്തേത് ഇൻ ദ വേർഡ് മദർ. മദർ എന്നുള്ളൊരു വേർഡ്, നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്നേ? MOTHER അല്ലേ? എത്ര ലെറ്റേഴ്സ് ഉണ്ട് മദർ എന്നുള്ള വേർഡിന്? 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? ഒന്നാമത്തെ ലെറ്റർ M, രണ്ടാമത്തെ ലെറ്റർ O, മൂന്നാമത്തെ ലെറ്റർ T, നാലാമത്തെ ലെറ്റർ H, അഞ്ചാമത്തെ ലെറ്റർ E, ആറാമത്തെ ലെറ്റർ R. അങ്ങനെ 6 ലെറ്റേഴ്സ് ഉണ്ട് മദർ എന്നുള്ള വേർഡിന്. ഇനി എന്താ ചോദിക്കുന്നേ? മദർ എന്നുള്ള വേർഡില് M എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ, ഏത് പൊസിഷനിലാണ്? ഒന്നാമത്തെ അല്ലേ? അപ്പൊ M എന്ന് പറയുന്ന ലെറ്റർ
എം എന്ന് പറയുന്ന ലെറ്റർ ഏത് പൊസിഷനിലാ? ഫസ്റ്റ്. FIRST, ഫസ്റ്റ് പൊസിഷനിൽ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. In the word mother, M is in the dash position. M is in the first position. അവിടെ ഫസ്റ്റ് എന്ന് എഴുതിക്കോ. ഇപ്പൊ മനസ്സിലായോ? ഐഫോനെങ്കിൽ ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, അടുത്തതൊന്നും കൂടി. In the word mother, M is in the first position. R is in the dash position. R എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാ? മദർ എന്ന് പറയുന്ന വേർഡില് R എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? 6th പൊസിഷൻ അല്ലേ? 6ാമത്തെ പൊസിഷനില്. അപ്പൊ എങ്ങനെ എഴുതും? R is in the, എന്താ 6th സ്പെല്ലിംഗ്? SIXTH. R is in the 6th position. Okay. അതേപോലെ അടുത്തത് മൂന്നാമത്തെ. In the word rabbit, റാബിറ്റ് എന്നുള്ള വേർഡില് എ എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാ? ഒന്ന് എണ്ണി നോക്കിയേ. റാബിറ്റ് എന്ന് പറയുന്ന വേർഡിൽ എ എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാന്ന് ഒന്ന് എണ്ണി നോക്കിയേ. റാബിറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? RABBIT. അപ്പോ എ എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാ? RABBIT എന്ന് പറയുമ്പോ അതാ ടെക്സ്റ്റിൽ തന്നെ അതിന്റെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ബിയോണ കാണിച്ചു തരുന്നുണ്ടല്ലോ അതിന്റെ ആൻസർ. സെക്കൻഡ് RABBIT. എ രണ്ടാമതല്ലേ വരുന്നേ അല്ലേ? എ രണ്ടാമതല്ലേ വരുന്നേ. അപ്പൊ എ എന്ന് പറയുന്ന ലെറ്റർ റാബിറ്റ് എന്ന് പറയുന്ന വേർഡില് സെക്കൻഡ് പൊസിഷൻ. അവിടെ സെക്കൻഡ് എന്ന് എഴുതിക്കോ. എഴുതിയോ? സെക്കൻഡ് എന്ന് എഴുതിയോ? ഓക്കെ. പിന്നെ I is in the dash position. റാബിറ്റ് എന്ന് പറയുന്ന വേർഡില് I എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ പൊസിഷനിലാ? I. RABBIT. RABBIT. അപ്പൊ എത്രാമത്തെ പൊസിഷനിലാ? അഞ്ചാമത്തെ. അഞ്ചാമത്തെ എന്നുള്ളതിന് എന്താ പറയാ? അഞ്ചാമത്തെ എന്നുള്ളതിന് എന്താ പറയാ? ഫിഫ്ത്ത് അല്ലേ? അപ്പൊ I is in the 5th position. I is in the 5th position. Last one. In the word garden, GARDEN. In the word garden, D is in the dash position. D is in the dash position. Garden എന്ന് പറയുന്നതില് D എന്ന് പറയുന്ന ലെറ്റർ എത്രാമതാ വരുന്നേ? GARDEN. എത്രാമതാ വരുന്നേ? 4th, നാലാമത് അല്ലേ? അപ്പോ D is in the 4th position. അവിടെ ലാസ്റ്റ് 4th എന്ന് എഴുതിക്കോ. എഴുതിയോ? അപ്പൊ ഒരു സന്തോഷ വാർത്ത, ഇതോടുകൂടി നമ്മുടെ സെമസ്റ്റർ 1 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ സെമസ്റ്റർ 2 തുടങ്ങാം. 2ന്റെ ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്? സെമസ്റ്റർ 2ന്റെ ബുക്ക് ഉണ്ടല്ലോ. എന്താ ഐഫൂന അല്ല, വേറെ ആരാ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സെമസ്റ്റർ 2ന്റെ ബുക്കില്ലേ? അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സെമസ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യാം. ഐഫൂനൊക്കെ എന്താ പറയാനുള്ളത്? 1 to 9 എന്താ എടുത്തിട്ടുള്ളത്? 1 to 9 മനസ്സിലായില്ലേ? ഏതാ മോളെ? ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ? ഇതിന്റെ ഇപ്പുറത്തെ പേജ് കണ്ടില്ലേ?
ഏത് 1 to 9 പേജ് നമ്പർ 1 to 9 ആ മോഡൽ ടെസ്റ്റ് പേപ്പറാ. നിങ്ങൾക്ക് എക്സാം നടത്താൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ അത്. മോഡൽ ടെസ്റ്റ് നടത്താൻ വേണ്ടി നിങ്ങളുടെ എക്സാം നിങ്ങളുടെ എക്സാം ആ ഒരു മോഡലിലായിരിക്കും ഉണ്ടാവുക എന്നാ അത് കൊടുത്തിരിക്കുന്നതിനർത്ഥം. അത് നമുക്ക് വേറൊരു ദിവസം നടത്താം, ടെസ്റ്റ് നടത്താം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ തൊട്ട് മേലുള്ള 4 ഹോംവർക്കും പിന്നെ പട്ടിക്കുട്ടീനെ കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഗ്രൂപ്പിൽ ഇടണേ എല്ലാരും, കളർ കൊടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെമസ്റ്റർ 2 തുടങ്ങാം. ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.